സകല ലോകത്തിന്റെ രാജാവും നമ്മുടെ കർത്താവുമായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ ആ ധന്യനിസ്തുല്യമായ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ വന്ദനത്തെ ഒരിക്കൽ കൂടെ അറിയിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ തനിക്ക് അറിയാതിരുന്ന പലതും, പ്രത്യേകിച്ചും കർത്താവിന്റെ ജനനം മുതലായ കാര്യങ്ങളെ കുറിച്ചൊന്നും മർക്കോസിന് അറിവ് കിട്ടിയില്ല. കാരണം പത്രോസ് പറഞ്ഞാലല്ലേ മർക്കോസിന് അറിവ് കിട്ടും. അത് പത്രോസിന് അറിവില്ലാത്തത് കൊണ്ട് മർക്കോസിന് അതൊന്നും രേഖപ്പെടുത്താൻ കഴിഞ്ഞുമില്ല എന്ന് നാം മനസ്സിലാക്കും. മർക്കോസ് എഴുതിയ ഈ തിരുവെഴുത്ത് അല്ലെങ്കിൽ ഈ സുവിശേഷം സഭകളിലെല്ലാം വായിക്കാനായിട്ട് കൊടുത്തു. പലരും അത് വായിച്ച കാര്യങ്ങൾ മറ്റുള്ളവരെല്ലാം കയ്യിലെത്തി. അങ്ങനെ അത് മത്തായിയുടെ കയ്യിലും ലൂക്കോസിന്റെ കയ്യിലും ഒക്കെ വന്നിട്ടുണ്ട്. നമുക്കത് ശ്രദ്ധിച്ചാൽ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ആ ലഭ്യമായ മർക്കോസിന്റെ എഴുത്തുകളെ സൂക്ഷ്മ പരിശോധന നടത്തിയ മത്തായിക്ക് ഒരു കാര്യം മനസ്സിലായി. മർക്കോസ് എഴുതിയിരിക്കുന്ന ഈ സുവിശേഷം എന്ന ഈ ചരിത്ര ഗ്രന്ഥത്തിൽ അതിപ്രധാനമായ പലതും വിട്ടുപോയിട്ടുണ്ടെന്നുള്ളത് മത്തായിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞ അത്രയും കാര്യം ഗ്രഹിച്ചോ? ആദ്യം എഴുതുന്ന മർക്കോസ് ആണെന്നുള്ളത് നമ്മുടെ തുടക്കത്തിൽ ഓർപ്പിച്ചു. ആ മർക്കോസ് കാര്യങ്ങൾ എഴുതി ആരിൽ നിന്ന് കേട്ടിട്ടാണ്? പത്രോസ് പറഞ്ഞു കൊടുത്തിട്ടാണ്. അതുകൊണ്ടാണ് ക്ലാസിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത് മർക്കോസിന്റെ സുവിശേഷം പത്രോസിന്റെ നേരെ പിടിച്ചിരിക്കുന്ന ഒരു കണ്ണാടിയാണെന്ന് പറയാൻ കാര്യം. പത്രോസിന്റെ ക്ലിയർ ആയിട്ട് കിട്ടുന്ന ഒരു പുസ്തകം കൂടിയാണ് ഏത്? മർക്കോസിന്റെ സുവിശേഷം. അപ്പോൾ സഭകളിൽ വായിക്കാനായി ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വന്നപ്പോൾ മത്തായിയുടെ കയ്യിലും ഇത് കിട്ടി. താൻ അത് സൂക്ഷ്മ പരിശോധനയ്ക്ക് പഠനത്തിന് വിധേയമാക്കിയപ്പോൾ അതിപ്രധാനമായ പലതും മർക്കോസിന്റെ രചനയിൽ ഇല്ല എന്ന് മനസ്സിലാക്കിയ മത്തായി മർക്കോസ് വിട്ടുപോയതെല്ലാം ആഡ് ചെയ്ത് കൂട്ടിച്ചേർത്താണ് മത്തായി തന്റെ രചന നിർവഹിച്ചത്. അത് മറക്കരുത്. തന്റെ പത്രോസ് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്തതെല്ലാം കൃത്യമായി മർക്കോസ് രേഖയാക്കി വെച്ചു. അവിടെ ഒന്നും കുഴപ്പമൊന്നും സംഭവിച്ചില്ല. എന്നാൽ മത്തായി അതിനെക്കുറിച്ച് ഒരു വിശകലനം നടത്തിയപ്പോൾ തനിക്ക് ബോധ്യമായ എഴുതേണ്ടിയിരുന്ന അതിപ്രധാനമായ പലതും വിട്ടുപോയി എന്ന് ഗ്രഹിച്ച മത്തായി മർക്കോസ് ഏതെല്ലാം കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ അതെല്ലാം ചേർത്താണ് മത്തായി എഴുതിയത്. കാരണം മത്തായി, മർക്കോസും ലൂക്കോസും ഇവരുടെ എഴുത്തുകൾക്ക് തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. എന്താണ് ആ കണക്ഷൻ? മത്തായും ലൂക്കോസും ഇതെഴുതുന്നത് മർക്കോസിന്റെ സുവിശേഷത്തെ അടിസ്ഥാനമാക്കി മാത്രമാണ്. അവർക്ക് അതിന്റെ സോഴ്സസ് എന്ന് പറയാൻ മർക്കോസിന്റെ സുവിശേഷം തന്നെയാണ്. അത് വായിച്ച് കാര്യങ്ങൾ ഗ്രഹിച്ചതിനെ തുടർന്നാണ് ഇത് മാത്രം പോരാ എന്ന് മനസ്സിലായി. പലതും കൂടെ ചേർക്കാനുണ്ടെന്ന് ഗ്രഹിച്ച മത്തായി കുറെ കൂടെ കാര്യങ്ങൾ ചേർത്തെഴുതി. അതിനേക്കാൾ കുറെ കൂടെ വിശദമായ എഴുത്താണ് ആര് നടത്തിയത്? ലൂക്കോസ് നടത്തിയത്. കാര്യങ്ങൾ ഏറെക്കുറെ നിങ്ങൾക്ക് വ്യക്തമായി കാണും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ എഴുത്തുകൾക്കെല്ലാം തമ്മിൽ വലിയ ബന്ധമുണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ മത്തായി, മർക്കോസ്, ലൂക്കോസ് ഈ മൂന്ന് സുവിശേഷങ്ങളും ബൈബിൾ കോളേജിലൊക്കെ പഠിപ്പിക്കുമ്പോൾ സിനോപ്റ്റിക് ഗോസ്പൽസ് എന്ന പേരിൽ പഠിപ്പിക്കാൻ കാരണം. സിനോപ്റ്റിക് ഗോസ്പൽസ് എന്ന് പറഞ്ഞാൽ സമവീക്ഷണ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരേ വീക്ഷണഗതിയിൽ പോകുന്നു എന്നുള്ള അർത്ഥത്തിൽ. ഇവർ മൂന്നുപേരും അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതെല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. ഞാൻ പലതവണ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്കത് ആ പുസ്തകം പഠിക്കുന്ന സമയത്ത് ഞാൻ കുറെ കൂടെ വിശദമാക്കാം. എന്നാൽ വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ട് ശേഷമാണ് ഇവര് റോമിൽ വെച്ച് ലൂക്കോസിനെ പത്രോസും മർക്കോസും കൂടെ കാണുന്നത്. അപ്പൊ അത് ലൂക്കോസിന്റെ എഴുത്തിന് ഒരു കുറെ കൂടെ ഒരാക്കം കിട്ടുന്ന ഒരു എന്താ പറയാ കണ്ടുമുട്ടലായിരുന്നു റോമിൽ വെച്ചുള്ള ഇവരുടെ ആ സമ്മേളനം. ആരൊക്കെ? മർക്കോസും പത്രോസും കൂടെ ആരെ കാണുന്നു? ലൂക്കോസിനെ കാണുന്നത്. അപ്പൊ ലൂക്കോസിന് കുറെ കൂടെ ഒരു ഗവേഷണ
മനോഭാവമുള്ള വ്യക്തിയായിരുന്നു കൊണ്ട് കുറെ കൂടെ കാര്യങ്ങൾ he could dig it out, ഒന്നുകൂടെ കുഴിച്ചെടുത്ത് അതിന്റെ ആഴത്തിലേക്ക് പോകാനായിട്ട് ലൂക്കോസിനെ കുറെ കൂടെ സഹായിച്ചു എന്നുള്ളത് സത്യമായത്. കാരണം ലൂക്കോസ് കർത്താവിനെ കണ്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ലൂക്കോസ് യേശുക്രിസ്തുവിനെ കണ്ടിട്ടില്ല, നടന്ന സംഭവങ്ങൾക്കൊന്നും താൻ സാക്ഷിയല്ല. സർവോപരി ലൂക്കോസിനെ കുറിച്ച് അതിപ്രധാനമായ ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചിരുന്നു. 66 പുസ്തകങ്ങളും എഴുതിയ 40ഓളം എഴുത്തുകാരാണ്. ആ എഴുത്തുകാരിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും യഹൂദന്മാരായിരുന്നുവെന്നും ഒറ്റ ഒരാൾ മാത്രമാണ് യഹൂദൻ അല്ലാതെ ഉണ്ടായിരുന്നതെന്നും ഹി വാസ് എ പ്രോസലൈറ്റ്, യഹൂദനായിട്ട് കൺവേർട്ട് ചെയ്ത് വന്ന വ്യക്തിയായിരുന്നുവെന്നും അത് ലൂക്കോസ് ആണെന്നും ഞാൻ ഓർപ്പിച്ചു. മറന്നുപോകരുതേ, ലൂക്കോസ് മാത്രമാണ് ഒരു യഹൂദനല്ലാത്ത എഴുത്തുകാരൻ വിശുദ്ധ തിരുവെഴുത്തിന്റെ രചനയിൽ ഉള്ളത്. ക്ലിയർ ആയോ? താൻ മാത്രമാണ് ഒരു യഹൂദനല്ലാത്ത, എന്നാൽ പിന്നീട് യഹൂദനായി മാറിയ ഒരു എഴുത്തുകാരനാണ്. ആര്? ലൂക്കോസ്. മറക്കരുത്. മാത്രമല്ല, പുതിയ നിയമത്തിൽ ഏറ്റവും അധികം രചന നിർവഹിച്ച വ്യക്തിയും ലൂക്കോസാണ്. ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പുസ്തകവും രണ്ടും കൂടെ നോക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായമുണ്ട്, അപ്പോസ്തല പ്രവൃത്തികൾ 28 അധ്യായമുണ്ട്. രണ്ടും കൂടെ ചേർത്ത് വെച്ചാൽ പുതിയ നിയമത്തിലെ ഏറ്റവും അധികം പുസ്തകങ്ങളുടെ എണ്ണമല്ല ഞാൻ പറഞ്ഞത്, അതിന്റെ കോണ്ടന്റ്, ഉള്ളടക്കം. കണ്ടന്റ് എന്ന് പറയരുതേ, കോണ്ടന്റ് എന്നേ പറയാം. ഇംഗ്ലീഷിന്റെ ക്ലാസ് അല്ലെങ്കിലും കേട്ടപ്പോ നിങ്ങൾക്കൊരു ഷാജിപ്പാസ് ഇങ്ങനെ പറയുന്നത് ചിന്ത സാധു. കണ്ടന്റ് എന്ന വാക്കിന്റെ അർത്ഥം സംതൃപ്തി എന്ന്. ഉള്ളടക്കം നടന്നിട്ടുണ്ടെങ്കിൽ കോണ്ടന്റ് എന്ന് പറയണം. കോണ്ടന്റ് രണ്ടിന്റെ സ്പെല്ലിംഗ് ഒന്ന് തന്നെ, CONTENT. സ്പെല്ലിംഗ് ഒന്നാണ്, പക്ഷെ പ്രൊനൗൺസിയേഷനകത്ത് വ്യത്യാസം. ഓക്കെ, ലെറ്റ്സ് കം ബാക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എഴുത്ത് ഏറ്റവും അധികം എഴുതിയ വ്യക്തി പുതിയ നിയമത്തിൽ ലൂക്കോസാണ്. കണ്ടോ, ഒരു യഹൂദനല്ലാതിരുന്നിട്ടും വാഴ്ത്തപ്പെട്ട കർത്താവിനെ നേരിട്ട് കണ്ടിട്ടില്ല എന്ന സ്ഥിതിയിലായിരുന്നിട്ടും വാഴ്ത്തപ്പെട്ട കർത്താവിനെ കുറിച്ചുള്ള ചരിത്രം നാം പഠിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തെ ബേസ് എന്ന് പറഞ്ഞാൽ കൃത്യമായി സൂക്ഷ്മ പരിശോധന നടത്തി കൃത്യം ഓർഡറിൽ കാര്യങ്ങൾ എഴുതിയിരിക്കുന്ന ലൂക്കോസ് മാത്രമാണ്. മറ്റു സുവിശേഷകാരും അത്ര ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി നടത്തി എഴുതിയിട്ടില്ല എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഞാൻ പറഞ്ഞു ലൂക്കോസ് കർത്താവിനെ കണ്ടിട്ടില്ല, എന്നിട്ട് കൂടെ താൻ എല്ലാം കളയാൻ ഞാൻ ഇന്നേ വേറെ കുറച്ച് പോയിന്റ്സും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെനിക്ക് ഇത് പറയണം, അത് വിട്ടുപോയിരിക്കാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോട്ട്സിലേക്ക് എന്റെ കണ്ണെന്ന് പോകുന്നു. ഓക്കെ, ഞാൻ ഇനി ഇതിന്റെ ഈ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ ഒരു സ്ട്രക്ചർ പെട്ടെന്നൊന്ന് പറയാമേ. അത് നിങ്ങൾക്കത് എന്താ പറയാ, കുറച്ചുകൂടെ സഹായമാകും എന്നാണ് എന്റെ ചിന്ത. കാരണം മർക്കോസ് താൻ രചന നിർവഹിച്ചപ്പോൾ ഞാൻ ഓർപ്പിച്ചു, പ്രധാനമായും മർക്കോസിന്റെ രചനയിൽ താൻ തുടക്കം കുറിക്കുമ്പോൾ തന്നെ കാണുന്നത് കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ, സ്നാനം കഴിഞ്ഞ് പരസ്യ ശുശ്രൂഷയിലേക്ക് താൻ പ്രവേശിക്കുന്ന ഇടം മുതലാണ് ലൂക്കോസ് തന്റെ എഴുത്ത് ആരംഭിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, എന്നത്തെ പറഞ്ഞിട്ടുണ്ട്, പരസ്യ ശുശ്രൂഷയുടെ തുടക്കം മുതലാണ്. എന്നാൽ ആ എഴുത്തൊന്നും നോക്കിക്കഴിഞ്ഞാൽ അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും, ഇതെല്ലാം ആദ്യത്തെ 2.5 വർഷത്തെ പരസ്യ ജീവിതം ഇങ്ങനെ അസെൻഡിങ് ഓർഡറിൽ പോവുക. ഒടുവിലത്തെ 6 മാസം ഡിസെൻഡിങ് ഓർഡറിലുമാണ് മർക്കോസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ പിടികിട്ടത്തില്ല. നമുക്ക് മുന്നോട്ട് സുവിശേഷത്തിലൂടെ ചേർത്ത് ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞ എന്താന്ന് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. ഒന്നിനെ പറയാം, ഇങ്ങനെ ചെറിയതായിട്ട് തുടങ്ങി ഇങ്ങനെ വലുതായിട്ട് പോകുന്ന ആൾ, മേൽപോട്ട് പോകുന്ന ആളും അസെൻഡിങ്. ഡിസെൻഡിങ് മേളിൽ താഴോട്ട് വരികയാണല്ലോ. ആദ്യത്തെ 2.5 വർഷത്തെ പരസ്യ ശുശ്രൂഷ മുതൽ, ലൈഫിന്റെ ആദ്യമല്ല, മറക്കരുത്, സ്നാനമേറ്റ് കയറിയ സമയം മുതൽ ഇങ്ങനെ മേൽപോട്ട് പോവുക. ഒടുവിലത്തെ 6 മാസത്തെ കാര്യം പത്രോസിലൂടെ മർക്കോസ് അവതരിപ്പിക്കുമ്പോൾ അങ്ങോട്ട് കയറി പോയ ആ സ്പീഡ് കുറഞ്ഞു വരിക. പല കാരണങ്ങളുണ്ട് അതിന്. നമുക്ക് ആ സുവിശേഷങ്ങളെല്ലാം എന്താ പറയാ, ഒന്നുകൂടെ
നാല് സുവിശേഷങ്ങളൊന്ന് കോർഡിനേറ്റ് ചെയ്ത് വരുമ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് അങ്ങോട്ട് പോകുന്നു. ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത്, അത് നിങ്ങളെ വിട്ട സ്വർഗാരന്റെ യേശുവിനെ നിങ്ങൾ പോകുന്നവനായി കണ്ടതുപോലെ തന്നെ മടങ്ങി വരും എന്ന് ഉറപ്പ് കൊടുക്കുന്ന രംഗം. നമ്മളെ കർത്താവിന്റെ വരവ് പ്രതീക്ഷിച്ചാണ് കാത്തിരിക്കുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ ഒരു കാലത്ത് കർത്താവിനോട് അധികമായി തൊഴിൽപ്പെടുത്തുന്ന പല പാസ്റ്റർമാർ ഇപ്പോൾ ബൈബിളിൽ ശരിയാണെങ്കിൽ കർത്താവ് മടങ്ങി വരികയില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു കാലത്തിലേക്ക് വന്നിരിക്കുന്നു. അടുത്ത ദിവസം അതിന്റെ സംവാദമൊക്കെ നടക്കും. ദയവായി നിങ്ങൾ ഇതൊന്നും കേൾക്കാൻ പോവുകയോ ഉള്ള വിശ്വാസം മലിനമാക്കുകയോ ചെയ്യരുത്. നമുക്കുള്ള വിശ്വാസത്തിന്റെ തിരുവത്തിൽ പേരുണ്ട്, അതിവിശുദ്ധ വിശ്വാസം. കണ്ടോ, ഒരു സാധാ വിശ്വാസമല്ല നമുക്കുള്ളത്, അതിവിശുദ്ധ വിശ്വാസം എന്നാണ്. അപ്പോൾ ആ അതിവിശുദ്ധ വിശ്വാസത്തിനകത്ത് മലിനത ഉണ്ടാക്കുന്നതിലൊന്നും പുറകെ ദയവായി നിങ്ങൾ പോകരുത് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ വിടുകയാണ്. കർത്താവ് മർക്കോസ് സുവിശേഷത്തിന്റെ തുടക്കം കുറിക്കുന്ന രംഗം പറയാതെ പോയാൽ ഞാൻ അതിനത് നോട്ട് ചെയ്ത് വെച്ച് ആ ഫ്ലോയിൽ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ ആ പോയിന്റ് മറന്നു പോകരുത്. അതിനെ ഞാൻ ഇങ്ങനെ പ്രധാനപ്പെട്ടാണെന്ന് പോയി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്ന്, കർത്താവ് ശുശ്രൂഷ തുടങ്ങിയത് എനിക്കത് എന്നെ വളരെ സ്വാധീനിച്ചു. യോർദാന്റെ തടം, അവിടെ നിന്നാണല്ലോ ശുശ്രൂഷ തുടങ്ങുന്നത്. ഇപ്പൊ ന്യായമായിട്ടൊരു ചിന്ത ഉണ്ടാകും, അതിനകത്ത് എത്ര പ്രത്യേകത അല്ലേ? പറയാം. നിങ്ങളൊരു ഗ്ലോബോ അല്ലെങ്കിൽ ഒരു മാപ്പോ എടുത്ത് വെച്ചേച്ച് ഈ യോർദാന്റെ തടങ്ങൾ എന്ന് പറഞ്ഞ സ്ഥലം ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. നമുക്കൊരു കാര്യം പിടികിട്ടും. ലോകത്തിലെ ഏറ്റവും ലോവസ്റ്റ് ലെവലുള്ള ഇടമാണ് യോർദാന്റെ തടങ്ങൾ. താണ സ്ഥലം, അതാണ് യോർദാന്റെ തടങ്ങൾ. ഒരു പ്രത്യേകത നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? കർത്താവ് അവിടുന്നാ തുടങ്ങിയത്. ഞാൻ അതിനാണ് ആ പോയിന്റ് വിട്ടുപറിക്കാൻ എഴുതി വെച്ചത്. കർത്താവ് ശുശ്രൂഷ ആരംഭിച്ചത് ഇങ്ങനെ നാല് സൈഡിൽ നിന്നും മിന്നിത്തിളങ്ങുന്ന ലൈറ്റും എന്താ പറയാ ബെഡാ എന്താ പറയാ ചങ്കൊക്കെ പറഞ്ഞു മതിയുള്ള സൗണ്ട് സിസ്റ്റങ്ങളും എല്ലാം വെച്ച് അടിച്ച് മിന്നി സ്റ്റേജ് ഇളക്കി മറിച്ചുള്ള ശുശ്രൂഷയല്ല, മറിച്ച് യോർദാന്റെ തടത്തിൽ നിന്നും ശുശ്രൂഷ ആരംഭിച്ചു. എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഏറ്റവും താണ ഇടത്ത് നിന്നും കർത്താവ് തുടങ്ങി. ശുശ്രൂഷ അവസാനിപ്പിക്കുന്നതോ, നിങ്ങള് ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ആ വേദത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗമില്ലേ, നിങ്ങൾ അവിടെയൊക്കെ നോക്കണേ. അവിടെ ഈ മാപ്പൊക്കെ ചുമ്മാ കൊടുത്തിരിക്കുന്നല്ലേ, വായിക്കുമ്പോൾ അത് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ പിക്ചർ വന്നിട്ടില്ലെങ്കിൽ നോക്കാൻ വേണ്ടി തന്നെയാണ് ലാസ്റ്റ് ഈ മാപ്പ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ശുശ്രൂഷ അവസാനിപ്പിക്കുന്ന രംഗമോ മൗണ്ട് ഹെർമോൻ. നിങ്ങൾക്ക് സംശയമുണ്ട് ഒലിവുമല വെച്ചല്ലേ തീർന്നെന്ന്? ഞാൻ പറയാം, നിങ്ങൾ അതിനെക്കുറിച്ച് വഴക്കൊന്നും ഉണ്ടാക്കണം. ലോകത്തിന്റെ ഏറ്റവും ഹൈയസ്റ്റ് പ്ലേസ് ആണത്. കണ്ടോ, യോർദാന്റെ തടത്തിൽ നിന്ന് ശുശ്രൂഷ തുടങ്ങി ഏറ്റവും ടോപ്പിൽ കൊണ്ടുവന്ന ശുശ്രൂഷ അവസാനിപ്പിച്ചു. നമുക്കിതൊക്കെ ഒത്തിരി ആത്മിക പാഠങ്ങളാണ്. യു ഗോട്ട് ഇറ്റ്? മനസ്സിലാവുന്നുണ്ടോ? മേളീന്ന് തുടങ്ങി താഴോട്ട് വന്ന് വീഴുകയല്ല ചെയ്യേണ്ടത്. താണ ലെവലിൽ നിന്ന് തുടങ്ങി സ്തോത്രം, ഏറ്റവും പീക്ക് സ്റ്റേജ് വരെ എത്തി. ഒരുപാട് കാര്യം എനിക്ക് വാസ്തവത്തിൽ ഇവിടെ ആ ഒരു പോയിന്റ് മാത്രം നിന്ന് പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ സബ്ജക്റ്റിനകത്ത് ഇതെല്ലാം ഉൾക്കൊള്ളിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് നമുക്ക് പോർഷൻ മുന്നോട്ട് പോകുന്നത്. ഞാൻ ഇത് മനസ്സിലാക്കാൻ ഒരു കാര്യം പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് എത്രത്തോളം അത് ഗ്രഹിക്കാൻ പറ്റും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഈ രക്ഷിക്കപ്പെട്ട് കർത്താവിനെ സ്വീകരിച്ച ദൈവമക്കൾ നമ്മൾ കാത്തിരിക്കുന്ന സ്വർഗത്തിൽ പോകാന്നുള്ളതാ അല്ലേ? പക്ഷെ നിങ്ങൾ തിരിച്ചറിയണം, സ്വർഗമല്ല നമ്മുടെ ലക്ഷ്യം, നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം.
നിങ്ങളാകെ കൺഫ്യൂസ്ഡായി. ഒന്നുകൂടെ ഞാൻ പറയാം. സ്വർഗമല്ല നമ്മുടെ ലക്ഷ്യം, നിത്യതയാണ്, ഇറ്റേണിറ്റി. എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? ഒന്നുകൂടെ പറയുന്നു. വീണ്ടും ജന്മം പ്രാപിച്ചൊരു ദൈവത്തിന്റെ ലക്ഷ്യം സ്വർഗമല്ല. സ്വർഗത്തിൽ നമ്മൾ പോവുക പറയാൻ, പക്ഷെ ലക്ഷ്യം അതല്ല, നിത്യതയാണ്. നിത്യതയായിരിക്കണം. വല്ല വിധേന സ്വർഗത്തിൽ ചെല്ലുക എന്നുള്ളതല്ല. നിത്യതയിൽ, അനന്ത നിത്യതയിൽ പിതാവാം ദൈവത്തോടും പുത്രനോടുമൊപ്പം യുഗായുഗങ്ങൾ വാഴുന്നതാണ് നമ്മുടെ ലക്ഷ്യം. ആ പടം 3 പേരെ വീഡിയോ ഓൺ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ എക്സ്പ്രഷൻ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടും. ഈ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന 3 പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, അതേത് കൺഫ്യൂഷൻ ആണെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് അവർക്ക് അത് ക്ലിയർ ആക്കി കൊടുക്കാം. കാരണം അവരെപ്പോഴും എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളവരാണ്, എന്റെ മുമ്പിൽ ഡയറക്റ്റ് കിട്ടുന്നവർ. ബാക്കിയുള്ളവരൊന്നും എനിക്ക് ഒരു പിടിയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ, അത് ഞാൻ പറഞ്ഞ ദുരുപദേശമാണോ, തെറ്റിപ്പോയോ എന്താണെന്നൊന്നും എനിക്കൊരു പിടിയില്ല. കേൾക്കുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അതോ ഇനി ഇതെല്ലാം ഇങ്ങനെ വെച്ചിട്ട് വേറെ ബിസിനസിന്റെ നിങ്ങൾ പോയോ? എനെയോ ഞാൻ മടങ്ങി വരും. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കണേ. നമ്മുടെ ലക്ഷ്യം കേവലം സ്വർഗമല്ല, നിത്യതയാണ്. നിങ്ങൾക്ക് ചിന്തിക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. ആദിയിൽ ദൈവവും ആകാശം ഭൂമി സൃഷ്ടിച്ചു എന്നല്ല ഉൽപ്പത്തി 1:1. ആകാശം എന്ന് സ്വർഗങ്ങൾ എന്ന. ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ അതിനുമുമ്പ് ദൈവം എവിടായിരുന്നു? അപ്പോൾ ദൈവം തന്റെ മക്കൾക്ക് വേണ്ടിയും തന്റെ പദ്ധതിക്ക് വേണ്ടിയും തന്നെത്താൻ വെളിപ്പെടുത്താൻ സൃഷ്ടിച്ച ഒരു സ്ഥലമാണ് സ്വർഗം. ഒന്നുകൂടെ പറയാം. തന്റെ സേവകരായ ദൂതന്മാർക്കും കെറൂബുകൾക്കും ഒക്കെ തന്നെത്താൻ വെളിപ്പെടുത്തേണ്ടതിന് ദൈവം തനിക്ക് വേണ്ടി നിർമ്മിച്ച ഒരു സ്ഥലമാണ് സ്വർഗം. അതുകൊണ്ട് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ജീവിച്ച സ്വർഗം വരെ ചെല്ലുക എന്നുള്ളതല്ല, അതിനപ്പുറത്തുള്ള നിത്യതയാണ് നമ്മുടെ ലക്ഷ്യമെന്നാ പറഞ്ഞത്. അപ്പൊ സ്വർഗം വേണ്ടെന്നാണോ ഞാൻ പറഞ്ഞത്? തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് എൻട്രൻസ് ഉള്ളൂ. അതിലൂടെ അവിടെ നിൽക്കാതെ അപ്പുറത്തുള്ള നിത്യത, ഇറ്റേണിറ്റി, അവിടെയാണ് യുഗായുഗങ്ങൾ ദൈവത്തോടൊപ്പമുള്ള നമ്മുടെ വാസം. അപ്പോൾ അതായിരിക്കണം നമ്മുടെ ഫോക്കസ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു ചോദിച്ചാൽ, യോർദാന്റെ തടത്തിൽ ഏറ്റവും ലോവസ്റ്റ് പ്ലേസിൽ നിന്നും ശുശ്രൂഷ ആരംഭിച്ച് ശുശ്രൂഷ അവസാനിപ്പിക്കുന്ന ഏറ്റവും ടോപ്പിൽ മൗണ്ട് ഹെർമോൻ. ഇതെല്ലാം അടുത്തടുത്ത്, യോർദാനല്ല, ഒലിവുമലയും ഹെർമോൻ മൗണ്ടും ഒക്കെ തൊട്ട് അടുത്തടുത്ത സ്ഥലങ്ങളാണ്. ഒക്കെ നമുക്ക് പിന്നല്ല അതിന്റെ മാപ്പൊക്കെ വെച്ച് നമുക്ക് നോക്കാം. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ചിലരൊക്കെ നേരിട്ട് ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങൾ പോയി നേരിട്ട് കണ്ട് ഗ്രഹിച്ച് മനസ്സിലാക്കിയവരുണ്ട്. അപ്പൊ അതെനിക്ക് ഒത്തിരി സഹായമാണ്. ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ ആ സ്നേഹമുള്ള പ്രിയപ്പെട്ടവരൊക്കെ എന്നോട് പറയും, ഫസ്റ്റ് അതിങ്ങനെയാണ്, അതങ്ങനെയാണ്, ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ കൃത്യമായിട്ട് എന്നെ ആ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ ക്ലാസ്സിലുണ്ട്. നേരിട്ട് ഈ സ്ഥലങ്ങൾക്ക് പോയി ഗ്രഹിച്ച ആളുകൾ നമ്മുടെ ക്ലാസ്സിൽ ഉള്ളത് നമുക്കൊരു വലിയ ആശ്വാസമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസം അങ്ങനെ എനിക്ക് ഈ വയലിലെ താമര ഏതാണെന്നുള്ളൊരു പിക്ചർ അവർ നേരിട്ട് കണ്ട ആ പിക്ചർ എനിക്ക് അയച്ചു തന്നു. ഭയങ്കര സന്തോഷം. നമ്മൾ ഉദ്ദേശിച്ച താമരയും ഇതൊന്നും അല്ല കർത്താവ് ഉദ്ദേശിച്ചത്. അതിലും കർത്താവ് ഉദ്ദേശിക്കാതെ എന്തെല്ലാം കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നല്ലേ. സ്തോത്രം. അങ്ങനെ ഇതിനെക്കുറിച്ച് അറിവുള്ള ആളുകൾ എന്ന് മാത്രം പറഞ്ഞാൽ ആ ഭാഗം വിടുന്നു. അപ്പോൾ ഈ യോർദാന്റെ തടത്തിൽ നിന്ന് ശുശ്രൂഷ ആരംഭിച്ച് പതുക്കെ നീങ്ങി ഗലീലിൽ കൂടെ ഒക്കെ സഞ്ചരിച്ച് ലാസ്റ്റ് ഹെർമോനിൽ വന്ന് അവിടെ ശുശ്രൂഷ അവസാനിക്കുകയും. എനിക്ക് ഈ ഹെർമോൻ പർവ്വതത്തെക്കുറിച്ചും അതിന്റെ അനന്തര ഭാഗത്തെക്കുറിച്ചും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനിട്ടുണ്ട്. നമുക്ക് പിന്നീട്
മറ്റേ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ചിന്തിക്കാം. ഞാൻ അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ലാസ്റ്റ് പോയിന്റ് പറയാം. അതിന് മുമ്പ് നിങ്ങൾക്ക് ഈ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ ഒരു ടോട്ടാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പോയിന്റ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തിട്ട് ഗുണമായിരിക്കും. എന്ന് പറഞ്ഞാൽ 1-ാം അധ്യായം മുതൽ 3-ാം അധ്യായം വരെയുള്ള വിഷയങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ പീരീഡ് ഓഫ് പോപ്പുലാരിറ്റി, കർത്താവിന്റെ നസ്രായന യേശു എന്ന നാമത്തിന് ഒരു പോപ്പുലാരിറ്റി ഉണ്ടാകുന്ന രംഗങ്ങളാണ് 1-ാമത്തെ അധ്യായം മുതൽ 3-ാമത്തെ അധ്യായം വരെ നമ്മൾ കാണുന്നത്. 1 മുതൽ 3 വരെ പീരീഡ് ഓഫ് പോപ്പുലാരിറ്റി. കർത്താവ് നസ്രായന യേശു എന്ന നാമത്തിന്റെ പ്രസിദ്ധമാകുന്ന രംഗം 1-ാം അധ്യായം 3-ാം അധ്യായം വരെ കാണും. 4, 5, 6 അധ്യായങ്ങളാണ് പീരീഡ് ഓഫ് ഒപ്പോസിഷൻ എന്ന് പറയും. പീരീഡ് ഓഫ് ഒപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുന്ന, എവിടെ എന്തു തൊട്ടാൽ അവിടെ എല്ലാം പ്രശ്നം. അവിടെ ഒരു ഗുണമുണ്ട്, കർത്താവിന് സ്നേഹിതന്മാരെ നേടുന്നതിന്റെ 4 ഇരട്ടിയായിട്ട് ശത്രുക്കളുണ്ടായി. ഏതൊരു കാര്യം ചെയ്യാൻ പാടില്ല അത് മാത്രമേ കർത്താവ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഏതെല്ലാം കാര്യങ്ങൾ വിലക്കുണ്ടോ അതെല്ലാം കർത്താവ് ചെയ്യും. ശബത്തിൽ നടക്കാൻ പാടില്ലെന്ന നടക്കും. ഒരു ജോലി ചെയ്യാൻ പാടില്ലെന്ന അന്ന് തന്നെ രോഗിയെ സൗഖ്യമാക്കും. അപ്പൊ അന്നേരം ചോദിച്ചു, നീ സൗഖ്യമാക്കിക്കോ, പക്ഷെ അത് ശബത്തിലാണോ ചെയ്യുന്നത്? അല്ലാത്തപ്പം വന്ന് ചെയ്തുകൂടെ? കണ്ടോ? അപ്പോൾ ഏറ്റവും കൂടുതൽ തനിക്ക് ഒപ്പോസിഷൻ ഉണ്ടാകുന്ന രംഗങ്ങൾ 4, 5, 6 അധ്യായങ്ങളിൽ വളരെ കൃത്യമായി മർക്കോസ് എഴുതിയിരിക്കുന്നതാണ്. 7, 8, 9 അധ്യായങ്ങളിൽ ഇതിനെല്ലാം വ്യത്യസ്തമായി ഹീസ് ഫോക്കസിങ് ഓൺലി ഓൺ 12 men. മനസ്സിലാവുന്നുണ്ട്? 7, 8, 9 അധ്യായങ്ങളിൽ തന്റെ ശിഷ്യന്മാരായ 12 പേരെ മാത്രം ഫോക്കസ് ചെയ്ത രംഗം കാണാം. 7, 8, 9 അധ്യായം. 16 അധ്യായമേ ഉള്ളൂ. കണ്ടോ? 7, 8, 9 മറ്റൊന്നിലേക്കും ഡൈവേർട്ട് ചെയ്ത് പോകാതെ 12 men അഥവാ 12 പേരിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തി തന്റെ ദൗത്യ നിർവഹണത്തിലുണ്ട് അവരെ ട്രെയിൻ ചെയ്യുന്ന രംഗം നമുക്കിവിടെ കാണാം. 10-ാം അധ്യായമാണ് 6 മാസം കൊണ്ട് താൻ ചെയ്ത ശുശ്രൂഷയുടെ വിവരണം. 10-ാം അധ്യായത്തിൽ നിങ്ങൾ 10-ാം അധ്യായം വായിക്കുമ്പോൾ 6 മാസം കൊണ്ടാണ് ഇത് ചെയ്തതെന്നുള്ളൊരു ധാരണ മനസ്സിലുണ്ടായിരിക്കണേ. നമ്മുടെ പഠനത്തിന് സഹായം. ബാക്കിയുള്ളതാണ് 11 മുതൽ 16 അധ്യായങ്ങളിൽ തന്റെ ഒടുവിലത്തെ ശുശ്രൂഷയുടെ വിവരണങ്ങൾ 11 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ കാണാം. അത് ഏതാണ്ട് തന്റെ ഒടുവിലത്തെ 6 മാസത്തിലേക്കുള്ള തന്റെ ശുശ്രൂഷയുടെ വലിയ ഒരു വിവരണം തന്നെ 11-ാം അധ്യായം മുതൽ 16-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ കാണുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ഞാൻ ബാക്കിയെല്ലാ ഭാഗം വിട്ടിട്ട് എനിക്ക് പറയേണ്ട ആ പ്രധാന പോയിന്റിലേക്ക് ഞാൻ വരിക. ഈ ഹെർമോൻ പറഞ്ഞത് അവിടെയാണ് ശുശ്രൂഷ തീരുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. 7, 8, 9 ശിഷ്യന്മാരെ മാത്രം ഫോക്കസ് ചെയ്ത രംഗം ഞാൻ പറഞ്ഞു. അവിടെ ഈ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 16-ാം അധ്യായം യെസ് കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ ആ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം എടുക്കാമോ? 13 മുതലുള്ള വാക്യങ്ങൾ. മത്തായി 16-ന്റെ 13 മുതൽ. യേശു ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്ത് എത്തിയ ശേഷം ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രൻ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും മറ്റു ചിലർ ഏലിയാവ് എന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്നവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന്. ഒരു മിനിറ്റ്. യേശു ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് ജനങ്ങൾ മനുഷ്യപുത്രനെ കുറിച്ച് എന്ത് പറയുന്നു ചോദിച്ചു. പല അഭിപ്രായങ്ങളും. ഏലിയാവാണെന്നും മോശയാണെന്നും പ്രവാചകന്മാർ ആരോ ആണെന്നും ഒക്കെ പല അഭിപ്രായങ്ങൾ. നമ്മൾ അങ്ങോട്ട് വരുന്നതിന് ഒരു കാര്യം ചോദിക്കട്ടെ. ആ വാക്യം തുടങ്ങിയത് എങ്ങനെയായിരുന്നു ലിസിയാൻഡി?
യേശു വെച്ച് ആ ഫിലിപ്പിന്റെ കൈസരുടെ കേട്ടില്ല. പ്രദേശത്ത് എത്തിയ ശേഷം ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് മതി. ഇനി എന്നെ ശ്രദ്ധിക്കണേ. അതെന്താ ഈ ഫിലിപ്പിന്റെ കൈസരിയ എന്നെടുത്ത് പറയാൻ കാരണം? കൈസരി വെച്ചെന്ന് പറഞ്ഞാ പോരെ. ഈ ഫിലിപ്പിന്റെ കൈസരി എന്ന് പറയാൻ കാരണം എന്താ? ശ്രദ്ധിക്കണേ. കൈസരിയ രണ്ടെണ്ണം ഉണ്ട്. 2 കൈസരിയ ഉണ്ട്. നിങ്ങളുടെ വേദപുസ്തകത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ മാപ്പ് ഒന്ന് എടുക്കാമോ? അപ്പോസ്തലനായ പൗലോസ് യാത്ര ദേശങ്ങൾ എന്നതിന് തൊട്ട് മുമ്പ് പുതിയ നിയമകാലത്തെ പലസ്തീൻ നാടെന്ന് പറഞ്ഞൊരു മാപ്പ് കയ്യിലുണ്ടോ എന്ന് നോക്കി. ഞാനിത് പകലല്പം ബിസി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഈ മാപ്പ് എല്ലാം ഒന്ന് നേരത്തെ ഗ്രേസ് മോന്റെ കയ്യിൽ എത്തിക്കാനുള്ള ശ്രമം ചെയ്തേനെ. നോ പ്രോബ്ലം, ഞാൻ അടുത്ത ക്ലാസ് മുതൽ അത് ചെയ്തോളാം. അപ്പൊ നിങ്ങൾക്കത് ഡിസ്പ്ലേ കൊടുക്കുമ്പോൾ കുറെ കൂടെ ബോധ്യമാകും. കിട്ടിയോ? ഓക്കെ, എല്ലാവർക്കും കിട്ടുന്ന എന്റെ വിശ്വാസം. എടുത്തോ എല്ലാവരും. പുതിയ നിയമകാലത്തെ പലസ്തീൻ നാടെന്നുള്ള മാപ്പിനകത്ത് ലെഫ്റ്റ് സൈഡിൽ മധ്യധരണി കടൽ എന്ന് ഉള്ള പേര് കണ്ടോ? ഇടതുവശത്ത്. ഓക്കെ, അത് നേരെ താഴോട്ട് നോക്കുമ്പോൾ കർമ്മേൽ പർവ്വതം കണ്ടോ? കർമ്മേൽ പർവ്വതം. അതിന്റെ തൊട്ടു താഴെ കൈസരിയ എന്നെഴുതിയിരിക്കുന്നത് കണ്ടോ? കണ്ടോ? കാണേട്ടാ കണ്ടോ? യെസ്. അപ്പൊ ഒരു കൈസരി കിട്ടി. രണ്ടാമത്തെ കൈസരി ഏതെന്ന് കണ്ടുപിടിക്കാൻ ഒരു പ്രയാസമില്ല. നേരെ റൈറ്റ് സൈഡിൽ ഏറ്റവും മേളിൽ നോക്കിയ ഹെർമോൻ പർവ്വതം എഴുതിയിരിക്കുന്നത് കണ്ടോ? അതിന്റെ തൊട്ട് താഴെ കണ്ടോ ഫിലിപ്പോസിന്റെ കൈസരി അല്ലെങ്കിൽ ഫിലിപ്പിന്റെ കൈസരി എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ? ഓക്കെ, അപ്പോൾ ഫിലിപ്പിന്റെ കൈസരി എന്ന് പറയാൻ കാരണം കൈസരിയ രണ്ടെണ്ണം ഉണ്ട് എന്നാദ്യം മനസ്സിലാക്കുക. ഒന്ന് മധ്യധരണിയുടെ തീരത്തുള്ള കൈസരിയ എന്ന പട്ടണവും, 2 ഹെർമോൻ പർവ്വതത്തിന് തൊട്ടു താഴെ കാണുന്ന ഫിലിപ്പിന്റെ കൈസരി. ഓക്കെ, അതിൽ കർത്താവ് ചോദ്യം ചോദിച്ചത് ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ചാണ്. ഈ സ്ഥലം ശ്രദ്ധിക്കണേ. ഹെരോദ രാജാവ് തന്റെ മകനായ ഫിലിപ്പിന് കൊടുത്ത സ്ഥലമാണ്. മറക്കരുത്, ഹെരോദ രാജാവ് തന്റെ മകനായ ഫിലിപ്പിന് കൊടുത്ത സ്ഥലമാണ്. പക്ഷെ അദ്ദേഹം എന്തെന്നറിയാമോ? സീസർ ആണല്ലോ ഇവരെ ഭരിക്കുന്നത്. അപ്പോൾ സീസറിനെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ ഉദ്ദേശത്തിൽ ആ പട്ടണത്തിന് പേരിട്ടപ്പോണ്ടല്ലോ, സീസറിന്റെ പേര് കൂടെ ചേർത്തങ്ങിട്ടു. അതാണ് ഈ കൈസരിയ എന്ന് പറയാൻ കാര്യം. കണ്ടോ? ഫിലിപ്പിന്റെ ആണെങ്കിൽ കൂടെ കൂട്ടത്തിൽ ആരെ കൂടെ ചേർത്തു? ഫിലിപ്പിന്റെ കൈസരിയ എന്ന പേരിൽ ആക്കി. ഈ ഫിലിപ്പിന്റെ കൈസരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ എന്റെ കാര്യം പറഞ്ഞ മനസ്സിലായോ? എന്തുകൊണ്ട് ആ ഫിലിപ്പിന്റെ കൈസരിന്റെ പേര് വരാൻ കാരണമെന്ന് ബോധ്യമായല്ലോ? നോ ഡൗട്ട്. 2 കൈസരി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, മറക്കരുത്. ഒന്ന് മധ്യധരണിയുടെ തീരത്തുള്ള ഒരു പട്ടണമാണ്, മറ്റൊന്ന് ഹെർമോൻ പർവ്വതത്തിന് തൊട്ടു താഴെ. അവിടെ വെച്ച് കർത്താവ് ശിഷ്യന്മാർ നിൽക്കുമ്പോൾ ചോദിക്കുക, ഫിലിപ്പിന്റെ കൈസരി വെച്ച് ചോദിച്ചു, ജനങ്ങൾ മനുഷ്യപുത്രനെ കുറിച്ച് എന്ത് പറഞ്ഞു? വേറെ എവിടെ വെച്ച് വേണമെങ്കിലും ചോദിക്കാമായിരുന്നു, പിന്നെ അവിടെ വെച്ച് എന്തിനാ ചോദിച്ചത്? പറയാം. ഈ ഫിലിപ്പിന്റെ കൈസരിൽ ചെല്ലുമ്പോൾ കാണുന്ന ആദ്യത്തെ ഒരു സ്റ്റാച്യു ജൂലിയസ് സീസറിൻ്റെതാണ്. ജൂലിയസ് സീസറിന്റെ വലിയ മനോഹരമായ ഒരു സ്റ്റാച്യു, ഒരു ബിംബം എവിടെ ഉണ്ടായിരുന്നു? ഫിലിപ്പിന്റെ കൈസരിലുണ്ടായിരുന്നു. അതോടെ വരാൻ കാര്യമുണ്ട്. അദ്ദേഹമാണ് സീസർ ഈസ് ലോർഡ്, സീസറാണ് ദൈവമെന്ന് സ്വയം പ്രഖ്യാപിച്ച കക്ഷിപുള്ളിയെ. മനസ്സിലാവുന്നുണ്ടോ? സീസർ ഈസ് ലോർഡ് എന്ന് പറയുന്നു. സീസർ വരുമ്പോൾ സകലമാന ആൾക്കാർ എഴുന്നേറ്റിരുന്ന വണങ്ങി പറയണം, സീസർ ഈസ് ലോർഡ്.
കൈസരാണ് ഞങ്ങളുടെ ദൈവം, കൈസരാണ് ഞങ്ങളുടെ ദൈവം. അത് പറയാത്തവന്റെ തല വെട്ടും. അതായിരുന്നു ശിക്ഷ. ക്ലിയർ ആയോ? ഇറ്റ് വാസ് സോ സ്ട്രിക്റ്റ്. വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു നിയമമായിരുന്നു. സീസറിനെ ദൈവമെന്ന് പറഞ്ഞേ ഒക്കൂ. നിങ്ങൾ മനസ്സിൽ നിന്ന് വിടരുതേ. ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയണം എന്ന് പറയാറുണ്ടല്ലേ. ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, വായ് കൊണ്ട് ഏറ്റു പറയുന്നത് രക്ഷിക്കപ്പെടും എന്ന് പറയുമ്പോൾ നമ്മൾ പറയും, ആരും അറിയണ്ട, ഇടത്തുമ്പത്ത് നിൽക്കുന്നവൻ അറിയണ്ട, മുമ്പിലും പുറമുള്ള കേൾക്കണ്ട. നിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറ, യേശു കർത്താവാകുന്നു. പൊന്നു സഹോദരങ്ങളെ, അത് പറയാൻ ഒരു പ്രയാസവും ഇല്ല. പക്ഷെ അത് പറഞ്ഞ കാലഘട്ടത്തിൽ അത് പറഞ്ഞാൽ നീ വിവരം അറിയും. യേശു കർത്താവെന്ന് പറയാൻ ഒക്കുകയല്ല, കൈസര് ദൈവമാണെന്ന് പറയണം. കൈസരാണ് കർത്താവെന്ന് പറയണം. ആ കാലഘട്ടത്തിൽ സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നീ രക്ഷിക്കപ്പെട്ട നീ വായ് കൊണ്ട് ഏറ്റു പറയണം, യേശു മാത്രമാണ് കർത്താവ്, സീസർ അല്ല എന്ന് നീ പറയണം. നമ്മളിപ്പോ ഇങ്ങനെ ഈ കീബോർഡിന്റെ ഈണവും ഗിറ്റാറിന്റെ ടൂണും വെച്ചുകൊണ്ട് യേശു മാത്രം കർത്താവ് ഇങ്ങനെ ആടിക്കൊണ്ട് പിള്ളേരെല്ലാം ആടുകയാണല്ലോ. നമ്മൾ പറയുന്ന കോണ്ടസ്റ്റ് വെച്ചല്ല പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. പുസ്തകത്തിൽ അത് പറയുന്ന കാലഘട്ടത്തിൽ സീസർ അല്ലാതെ, കൈസർ അല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ ഹീസ് നോ മോർ, പിന്നെ അവനില്ല. മനസ്സിലാകുന്നുണ്ടോ? സീസർ വരുമ്പോൾ എഴുന്നേൽക്കണം, വണങ്ങണം, സീസർ ഈസ് ലോർഡ് എന്ന് പറയണം, കൈസരാണ് കർത്താവ്, ദൈവം എന്ന് പറയണം. ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. അതത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. ആ കാലത്തായി പറഞ്ഞ് യേശുവാണ് കർത്താവ് എന്ന് പറയാൻ. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കുന്നുണ്ടോ, യേശു കർത്താവ് എന്ന് പറഞ്ഞ് ഇപ്പൊ എന്താ ഇത്ര നഷ്ടം? 5 പൈസ മുടക്കില്ലല്ലോ. ആരും ആയിക്കൊള്ളട്ടെ, എവിടെയും ആയിക്കൊള്ളട്ടെ, എങ്ങനെ ആയിക്കൊള്ളട്ടെ, നീ കർത്താവിനെ വിശ്വസിച്ചാൽ മതി. വായ് കൊണ്ട് ഏറ്റു പറയണമെന്ന് പറഞ്ഞാൽ ചുമ്മാതെ ഒരു ചടങ്ങിന് പറയുന്ന സിറ്റുവേഷൻ വെച്ചുകൊണ്ടല്ല പുസ്തകത്തിൽ ഇത് പറയുന്നത്. ഞാൻ മടങ്ങി വരുന്നു. അപ്പോൾ ജൂലിയസ് സീസറിന്റെ ഒരു പ്രതിമ, ഞാനാണ് ദൈവം സ്വയം പ്രഖ്യാപിച്ച സീസർ ഈസ് ലോർഡ് എന്ന ലേബൽ ഇനോഗ്രേറ്റ് ചെയ്ത ജൂലിയസ് സീസറിന്റെ മനോഹരമായ ഒരു പ്രതിമ അവിടെ ഉണ്ട്. എന്നാൽ അതിന്റെ തൊട്ടടുത്ത് മറ്റൊരു പ്രതിമ കാണാം. നിങ്ങൾ മറന്നു പോകരുത്. ഫിലിപ്പിന്റെ കൈസരെ വെച്ച് കർത്താവിന് ചോദിക്കാൻ കാര്യം എന്താണെന്ന് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഈ വാക്യങ്ങളെ പലപ്പോഴും വല്ലാതെ, പ്രത്യേകിച്ച് ഈ 16-ാം അധ്യായത്തിലെ ഈ കർത്താവ് ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ പലതും പറഞ്ഞു. പത്രോസ് പറയുമല്ലോ, നീതിയുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, യോനാശിമോൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ പിതാവത്തെ നിനക്ക് ഇത് വെളിപ്പെടുത്തുന്നത്. നീ പത്രോസാകും, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണി, പാതാള ഗോപുരങ്ങളെ ജയിക്കുകയില്ല. ഇവിടെ വെച്ച് ചോദിക്കുക പറയാണ്, പാതാള ഗോപുരങ്ങളെ ജയിക്കുകയില്ല. അതുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. കർത്താവ് എന്താ ഈ പറഞ്ഞത്? എന്താണ് ഈ പറഞ്ഞത്? നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നീ ഭൂമിയിൽ കെട്ടിയ സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ സ്വർഗത്തിൽ അഴിച്ചാൽ ഭൂമിയിലും അഴിയും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഞാൻ മനഃപൂർവ്വം 2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്ത. അതെല്ലാം ബന്ധനമാക്കി പിശാചിന്റെ കെട്ടുകളാക്കിയല്ലേ നമ്മൾ കേട്ട പ്രസംഗം മുഴുവൻ.
അല്ലേ? പ്രാർത്ഥിക്കുമെന്ന് പറയുക, നീ ഭൂമിയിൽ ഭൂമിയിൽ കെട്ടുന്നില്ല സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നില്ല സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. അപ്പൊ നീ ഇവിടെ ഭൂമിയിൽ കെട്ടിയാൽ ആ കെട്ട് സ്വർഗത്തിലും, പിശാചി ബന്ധിച്ച ആ ബന്ധനം സ്വർഗത്തിലും ബന്ധനമായിട്ട് നിൽക്കുക എന്നാണ്. സ്വർഗത്തിൽ അഴിച്ചാൽ ഭൂമിയിൽ വഴിയും. അപ്പൊ സ്വർഗത്തിൽ ഈ ബന്ധനം അഴിക്കുന്ന പരിപാടി ഉണ്ടോ? ഉണ്ടോ? അങ്ങനെയൊക്കെയാ നമ്മളോട് പറഞ്ഞതല്ലേ. എന്തായാലും ഒരു കെട്ടുണ്ടെന്നത് അഴിക്കണം എന്നുള്ളത് കാര്യത്തിൽ ഉറപ്പാ, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ പ്രശ്നം അതല്ല. നമ്മൾ ഈ 16 അധ്യായത്തിൽ ആ വാക്യം മാത്രം വായിച്ചു നിർത്താതെ 17 അധ്യായം 18 അധ്യായം മുന്നോട്ട് വായിക്കണ്ടേ? എന്നാലേ ഈ മുറിവാക്യം കൊണ്ട് ചാടാതെ ബാക്കി പിക്ചർ മുഴുവൻ കിട്ടും. ഞാൻ ആ ഫിലിപ്പിന്റെ കസറ്റ് കാര്യം അല്പം ഏറെ വിശദീകരിക്കാനുള്ളത് കൊണ്ട് ഞാൻ അതവിടെ ഒന്ന് പോസ് ചെയ്തിട്ട് 15 മിനിറ്റോടല്ലേ ഉള്ളൂ. ഞാൻ ഈ ഭാഗം ഒന്ന് പറയാം, സമയമുണ്ട് ഞാൻ അങ്ങോട്ട് മടങ്ങി വരും. അല്ലെങ്കിൽ ഇവിടെ നിന്നോട്ട് നമുക്ക് അടുത്ത ദിവസം ഈ ഫിലിപ്പിന്റെ കസറ്റിനെ കുറിച്ച് വിശദമായി പഠിക്കണമല്ലോ. ഇത് ഞാൻ ചാടിക്കയറി പറയാൻ കാരണം നമ്മുടെ ഇടയിൽ നടന്നു വന്ന ചില തെറ്റായ പ്രവണതകൾ, ദാറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ ബിബ്ലിക്കൽ, വചനമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതികളാണ് നമ്മളെ കാട്ടിക്കൂട്ടുന്നത്. പിന്നെ ഈ കെട്ട ഏതാണ്, ഇതെങ്ങനെയാണ് അഴിക്കുന്നത്? അത് നമുക്കെതിരെയോ നമ്മുടെ കുടുംബത്തിനെതിരെയോ നമ്മുടെ നന്മയ്ക്കെതിരെയോ നമ്മുടെ ഭാവിക്കെതിരെയോ പിശാചി കെട്ടിയ കെട്ടിനെ കുറിച്ചേ അല്ല. പിന്നെ ഏത് കെട്ടാ? അതവിടെ തന്നെ ഒത്തിരി വ്യാഖ്യാനിച്ച് കണ്ണടച്ച് ധ്യാനിച്ച് 3 സുവാസിരുന്ന് വെളിപ്പാട് കിട്ടിയെന്ന് പറയേണ്ട കാര്യമില്ല. വെണ്ടയ്ക്കാറ്റത്തെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ ഏത് കെട്ടിന്റെ കാര്യമാണ്. നമ്മൾ ഈ 16 അധ്യായത്തിന്റെ 20 വാക്യം വരെ വായിച്ച് നിർത്തി, അതെന്നാ പറ്റിപ്പോയി. മുന്നോട്ട് വരണം. നിങ്ങൾ മനസ്സിലാക്കണം, പിന്നീടാണ് ഇതൊക്കെ അധ്യായങ്ങൾ തിരിച്ചത്. തുടക്കത്തിന്റെ അധ്യായങ്ങളോ വാക്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു, അത് മറക്കരുത്. അവിടെ 16ന്റെ 20 വരെ വായിച്ച് നിർത്താതെ മുന്നോട്ട് വായിച്ചു വരണം. 17 അധ്യായം വായിക്കണം, 18 അധ്യായം വായിക്കണം. നിങ്ങൾ എടുത്തോ അധ്യായം 18 അധ്യായം എടുത്തെങ്കിലും അതിന്റെ 15 വേദഭാഗം ഒന്ന് വായിച്ചേ. 18ന്റെ 15 മുതൽ. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. കേൾക്കാഞ്ഞാലോ 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യവും ഉറപ്പാക്കേണ്ടതിന് 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്കുക. സഭയെയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ രണ്ടുപേർ എന്തെങ്കിലും യാചിക്കുന്നു ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. 2-3 പേർ എന്റെ 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ ശ്രദ്ധിച്ചു വായിച്ചാൽ ഒരു കാര്യം പിടി കിട്ടും. 18 അധ്യായത്തിന്റെ 15 വാക്യം, നിന്റെ സഹോദരനോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ അന്നേരം തന്നെ അതെടുത്ത് ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ചെയ്യണമെന്നല്ല. മനസ്സിലാവുന്നുണ്ടോ? പിന്നെയോ, നീയും അവനും മാത്രം ഉള്ളപ്പോൾ, ഒരു മനുഷ്യനും അറിയരുത്. എന്ത് ചെയ്യണം? കുറ്റം അവന് ബോധം വരുത്തി കൊടുക്കണം. എടാ, ഇതാണ് അതിന്റെ ശരി, മറ്റത് തെറ്റാണ്. ആ കാര്യം ആരും അറിയണ്ട, നീയും അവന് മാത്രമുള്ളപ്പോൾ. മനസ്സിലാകുന്നുണ്ടോ? നീയും അവന് മാത്രമുള്ളപ്പോൾ ഈ കാര്യം അവന് ബോധം വരുത്തണം. എന്നിട്ട് പറയണേ, അങ്ങനെ അവൻ നിന്റെ വാക്ക് കേട്ടാൽ,
നിനക്ക് അവനെ നേടാൻ പറ്റി. ഒരു ചെറിയ കാര്യമല്ല. കണ്ടോ? കിങ്ഡം പ്രിൻസിപ്പിൾസ് ഒക്കെയാണ് ഇത്. അതൊക്കെ നമുക്ക് പിന്നെ പള്ളി പഠിക്കാം. എന്നിട്ട് അവിടെ നിർത്തിയില്ല. അടുത്ത കാര്യം, കേൾക്കാഞ്ഞാലോ 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യം ഉറപ്പാക്കേണ്ടതിന് 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. നീ ഒറ്റയ്ക്ക് എന്ന് സംസാരിച്ചിട്ട് കാര്യത്തിന് പരിഹാരം വന്നില്ല എന്നുണ്ടെങ്കിൽ കുറെ കൂടെ അദ്ദേഹത്തിനൂടെ ആക്സസ് ഉള്ള, എന്നാൽ കുഴപ്പമില്ലാത്ത ഒരു 2 പേരെയും കൂടെ കൂട്ടിക്കൊണ്ട് ചെന്ന് അവരോട് സംസാരിക്കണം. അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ 2 പേരോട് കൂട്ടിക്കൊണ്ട് ചെന്ന് സംസാരിച്ചിട്ടും പുള്ളി അങ്ങോട്ട് വഴങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നീ ആ വിവരം എന്ത് ചെയ്യണം? സഭയെ അറിയിക്കണം, ദൈവസഭയെ അറിയിക്കണം. ആദ്യം തന്നെ പോയി സംസാരിച്ച് നോക്കണം. അതിനുശേഷം സീനിയേഴ്സ് ആളുടെ വേറെ 2 പേരെ കൂട്ടിക്കൊണ്ട് പോയി സംസാരിച്ച് നോക്കണം. അവിടെ കൊണ്ട് ഒതുങ്ങുന്നില്ലെങ്കിൽ സഭയിൽ ഈ വിവരം പറയണം. ഉടനെ സഭ ഒന്നടങ്കം സഹകരിച്ച് ആ വ്യക്തിയോട് സംസാരിച്ച് ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ടൊരു വാക്യം പറഞ്ഞു, എനിക്കതാണ് ഇഷ്ടപ്പെട്ടത്. സഭയെയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. സഭയെ കൂട്ടിക്കൊണ്ട് ചെന്ന് സംസാരിച്ചിട്ടും അവൻ യഥാസ്ഥാനപ്പെടാനോ രമ്യതപ്പെടാനോ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. ചുങ്കക്കാരെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്, അതുകൊണ്ട് ഒന്നും പറയുന്നില്ല. എന്നിട്ടാണ് അടുത്ത വാക്ക് പറഞ്ഞത്, എന്ത്? നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. വല്ലതും മനസ്സിലായോ? സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീയും അവന് മാത്രം ഉള്ളപ്പോൾ നീ കാര്യത്തിന് പരിഹാരം വരുത്താൻ നോക്കണം. പ്രശ്നം അതാണ്. നീയും സഹോദരനിൽ പഴച്ചതാ. നീ തന്നെ പോയി സംസാരിച്ച് റെഡിയായില്ല. 2 പേരെ കൂട്ടിക്കൊണ്ട് പോയി സംസാരിച്ച് നോക്കി, അതും ശരിയായില്ല. 3ാമതാണ് സഭ ഒന്നടക്കം പോയി, എന്നിട്ടും ശരിയായില്ല. അപ്പോൾ അത് ദൈവം ഭാഗം ഒരു കെട്ടായിട്ട് നീക്കുക. നീയും ആ സഹോദരൻ തമ്മിലുള്ള വിഷയം ദൈവസ്ഥലൊരു കെട്ടായിട്ട് നീക്കുക. അത് അഴിക്കാനായിട്ടാണ് നീ ചെന്നത്, സമ്മതിച്ചില്ല. നിങ്ങൾ തമ്മിൽ പ്രശ്നം പറഞ്ഞു പരിഹരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ദൈവം ഭാഗ്യം നിങ്ങൾ 2 പേരുടെ നടുവിൽ ആ കെട്ടം ഉണ്ടാകുകയല്ല. ഇവിടെ നിങ്ങൾ അത് അഴിക്കുകയായിരുന്നെങ്കിൽ ദൈവം ഭാഗ്യം അത് അഴിയുമായിരുന്നു. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ നീ ഭൂമിയിൽ കിട്ടുന്നല്ല സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. നിനക്കെതിരായി, നിന്റെ കുടുംബത്തിനെതിരായി, നിന്റെ നന്മയ്ക്കെതിരായി, നിന്റെ തലമുറയ്ക്കെതിരായി പിശാചി കെട്ടിവെച്ച കെട്ടുകളെ ഇന്ന് രാത്രി അതൊന്നും അല്ല ഈ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആരെയും കാണാത്തതുകൊണ്ട് ഞാൻ ഗ്രേസ് മോനെ ഒരു എന്താ പറയുക ഉദാഹരണം എടുക്കുക. ഞാനും ഗ്രേസ് മോനും തമ്മിൽ ഈ ക്ലാസിന്റെ കാര്യം പറഞ്ഞ്, നിസാരെ കാര്യം പറഞ്ഞ് ഞാനും ഗ്രേസും തമ്മിൽ ഉടക്കി. അല്പം അത് സീരിയസ് ആയിരുന്നിരിക്കട്ടെ. അത് ഞാനും ഗ്രേസ് മോനും ദൈവസ്ഥലം നിൽക്കുമ്പോൾ ഞങ്ങളുടെ നടുവിൽ അതൊരു കെട്ടായിട്ട് നിൽക്കുക. ദൈവം നോക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. 2 പേരും പാട്ട് പാടുകയും വരുന്നുണ്ട്, ക്ലാസ്സും കാര്യങ്ങളും എല്ലാം എടുക്കുന്നത്. പക്ഷെ അവരുടെ നടുവിൽ അതൊരു ബ്ലോക്ക് ആയിട്ട് നിൽക്കുക, ഒരു കെട്ടായിട്ട് നിൽക്കുക. ഞാൻ അങ്ങോട്ട് ചെയ്ത ഗ്രേസ് മോനോട് കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഗ്രേസ് മോൻ ഇങ്ങോട്ട് എന്നോട് കാര്യം പറഞ്ഞ രമ്യതപ്പെട്ട എന്താ പറയുക ഒരു ഏകീകരണം പ്രാപിച്ചാൽ ഞാൻ അദ്ദേഹത്തെ നേടുന്നു, അല്ലെങ്കിൽ അദ്ദേഹം എന്നെ നേടുന്നു. ദൈവത്തിനുണ്ടായിരുന്ന ആ കെട്ടക്ക് തന്നെ അഴിഞ്ഞു. ഇവിടെ അഴിച്ചപ്പോൾ അത് സ്വർഗത്തിലും അഴിഞ്ഞു. അതായി കാര്യം പറഞ്ഞു. അതിനാണ് നീ ഭൂമി കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കാൻ സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. അഴിയട്ടെ, അഴിയട്ടെ, അഴിയട്ടെ. എന്തോന്ന് അഴിയട്ടെ? അഴിയട്ടെ ഇപ്പോൾ തന്നെ, റൈറ്റ് നൗ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇതൊന്നും പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യം നേരെയാകുകയല്ല. എനിക്ക് ഗ്രേസിനോട് പ്രശ്നം ഉണ്ടെങ്കിൽ വേറെ ആരും തിരിച്ചറിയാതെ ഞങ്ങൾ തമ്മിൽ നേരിട്ട് സംസാരിച്ച പ്രശ്നം പരിഹരിക്കപ്പെടണം.
ബേസ്മെന്റ് വന്ന് സംസാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേറെ രണ്ടുപേരുടെ കൂട്ടിക്കൊണ്ട് എന്നോട് സംസാരിക്കാം. എന്നിട്ട് ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ സഭയോട് കാര്യം പറയുന്ന പോലാണ്. എന്റെ ഭാവം ഓക്കെ, ഞാൻ ചെന്ന് സംസാരിച്ചു, വേറെ രണ്ടുപേരെ കൂട്ടിക്കൊണ്ട് സംസാരിച്ചു, ഇതൊന്നും നടന്നില്ല. സഭ ഈ കാര്യത്തിൽ തീരുമാനം എടുക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കോൺടെസ്റ്റ് ഇതാണ്. രണ്ടുപേർ തമ്മിലുള്ള ബന്ധത്തിനൊരു വിള്ളല് വീണാൽ ഒരേ അപ്പത്തിന്റെ അംശികളായി, ഒരേ പാനപാത്രത്തിന്റെ ഓഹരിക്കാരായി, ഒരേ സഭയിൽ ഒരുമിച്ച് ഒരേ പാട്ടുപാടി ഒരേ സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ച് ഒരേ പായലിരുന്നോ ബെഞ്ചിലിരുന്നോ അല്ലെങ്കിൽ കസരിരുന്നോ ദൈവത്തെ ആരാധിക്കുന്ന ആളുകൾ തമ്മിൽ മാനസികമായ ഒരു അകൽച്ച ഉണ്ടായാൽ ദൈവം അത് കെട്ടായിട്ട് നിൽക്കുക. ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയൊരു കാര്യം പറഞ്ഞ്, നിസ്സാര കാര്യം ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ പറഞ്ഞ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാതെ അകന്നുപോയി. എന്തുകൊണ്ടാണ് ഈ ഉറക്കെ സംസാരിക്കുന്ന വഴക്കുണ്ടാകുമ്പോൾ? എത്രത്തോളം ശബ്ദം ഉയരുന്നോ അത്രത്തോളം മാനസികമായിട്ട് അകന്നെന്ന് അതിനർത്ഥം. അടുത്ത് നിൽക്കുന്ന ഒരാളോട് ഉറക്കെ നമ്മൾ വർത്താനം പറയുമോ? ഇല്ല. അകലെ നിൽക്കുന്ന ആളോടാണ് ഉറക്കെ സംസാരിക്കുന്നത്. ശരിയാണോ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. തൊട്ടടുത്ത് നിൽക്കുന്ന ആളോട് ഒരിക്കലും നമ്മൾ ഉറക്കെയല്ല സംസാരിക്കുന്നത്, പതുക്കെ സംസാരിക്കുന്നത്. ദൂരെ നിൽക്കുന്ന ഒരാളോട് ഉറക്കെ സംസാരിച്ചാൽ അദ്ദേഹം കേൾക്കൂ. നമ്മൾ സംസാരിക്കുമ്പോൾ ശബ്ദം കൂടാൻ കാര്യം, ഉറക്കെ സംസാരിക്കാൻ വഴക്കുണ്ടാകുമ്പോൾ ഉറക്കെ സംസാരിക്കാൻ കാര്യം, ആള് ഫിസിക്കലി അടുത്ത് നിൽപ്പുണ്ടെങ്കിലും മാനസികമായിട്ട് ഒരുപാട് അകന്നു. വിതിൻ സെക്കൻഡുകൾ കൊണ്ട് മാനസികമായിട്ട് ഒത്തിരി അകലുന്നത് കൊണ്ടാണ് ശബ്ദം ഓട്ടോമാറ്റിക്കലി കൂടുന്നത്. ചിന്തിച്ചിട്ടുണ്ടോ ആ കാര്യം? ഇല്ല. പിന്നെ വഴക്കുണ്ടാകുമ്പോ പതുക്കെ അങ്ങ് പറഞ്ഞാൽ പോരാ. ആരെങ്കിലും പതുക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. വഴക്കുണ്ടാകുമ്പോ ഭയങ്കര ശബ്ദത്തില്ല. എത്രത്തോളം ശബ്ദം എടുക്കുന്നോ അതിന്റെ അനുസരിച്ച് മാനസികമായിട്ട് അകന്നു. അതുകൊണ്ടാണല്ലോ അടുക്കാനും ടൈം എടുക്കുന്നത്. മനസ്സിലായോ? മാനസികമായിട്ട് ഒരുപാട് അകന്നാൽ അടുത്തു വരാനും അത്ര തന്നെ ടൈം എടുക്കും. സ്തോത്രം. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലൊരു പ്രശ്നമുണ്ടായാൽ ദൈവം അതൊരു കെട്ടായിട്ട് നിൽക്കുക. വയറ്റ് കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച് തമ്മിൽ അതിന്റെ പരിഹാരം വരുത്തി ആ കെട്ട് അഴിച്ചു വിട്ടാൽ ദൈവം അത് അഴിഞ്ഞിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോ പ്രാർത്ഥിക്കാൻ ചെന്നിരുന്നാലും ദൈവം ഈ കെട്ട് ഇങ്ങനെ നിൽക്കുക. ഇപ്പൊ വല്ലതും പിടി കിട്ടുന്നുണ്ട്. ചുമ്മാതാണ് കർത്താവ് പറഞ്ഞ സൂര്യൻ അസ്തമിക്കുന്നതൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്. അതിലൊരു ചെറിയ ഈ ശാപ്പ് ഉണ്ടായാലും സന്ധ്യ ആകുമ്പോഴത്തേക്കിന് അത് പറഞ്ഞ് പരിഹരിച്ച് സന്തോഷത്തോടെ വേണം പ്രാർത്ഥിക്കാൻ വന്നിരിക്കാൻ ഈ പറഞ്ഞത്. അതുകൊണ്ട് അവിടെ അഴിക്കുന്ന കാര്യവും കെട്ടുന്ന കാര്യവും പറഞ്ഞത്. ദയവായി നമ്മൾ ഉദ്ദേശിക്കുന്നുള്ള ഒരു ഡീമോണിക് ഫോഴ്സിനെ ബൈൻഡ് ചെയ്യാനായിട്ടോ പൈശാചിക ശക്തിയെ ഒതുക്കി കെട്ടാനായിട്ടോ അഴിച്ചുവിടാനായിട്ടോ ഉള്ള വാക്യമല്ല, അതല്ല ഉദ്ദേശിക്കുന്നതും എന്ന് നല്ല ബോധ്യം. അതിനാണ് ഞാൻ വാക്യം തന്നെ എടുത്ത് കാണിച്ചത്. കണ്ടോ? എന്നുവെച്ച് 19-ാമത്തെ വാക്യം 18-ാമത്തെ വാക്യം വായിക്കാമോ? 18-ഉം 19-ഉം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിയിരിക്കുന്ന സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതിനടുത്ത വാക്ക് ശ്രദ്ധിക്കണം. ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? നേരത്തെ വാക്യം പറഞ്ഞു നിർത്തി അടുത്ത് തുടങ്ങുന്നത് കണ്ടോ? നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്ന എല്ലാ സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുന്നു പറഞ്ഞേച്ച് അടുത്ത വാക്ക് പറയാം. ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏതൊരു കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ. ആ ഐക്യത കളയുന്നത് എന്തു വന്നാലോ ദൈവം ഒരു കെട്ടാകുമെന്നായി പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? അത് നിങ്ങൾ ഇവിടെ അഴിക്കുകയാണെങ്കിൽ സ്വർഗത്തിലും അഴിയും എന്ന് പറഞ്ഞാൽ ദൈവം അത് മാറി നിൽക്കും. അത് ചെയ്യാത്തടത്തോളം കാലം അത് അങ്ങനെ തന്നെ കാണുന്നുള്ളതിനർത്ഥം. ബോധ്യം വിശ്വസിക്കും. ഞാൻ അധികം വിവരിച്ചു പോകുന്ന സമയം തീരുകയാണല്ലോ. ജൂലിയസ് സീസറിന്റെ ഈ പ്രതിമയ്ക്ക് തൊട്ടപ്പുറത്ത് മറ്റൊരു പ്രതിമയുണ്ട്. അതൊരു പാഗൻ ദൈവമായ പാനിന്റെ സ്റ്റാച്ചു ആണ്, വിഗ്രഹമാണ്. പാൻ
ഫാനിന്റെ വലിയൊരു വിഗ്രഹം അവിടെ കാണാം. അതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്, അത് ഫങ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, എന്നിട്ട് കാര്യങ്ങൾ ദൈവവചനം അടുത്ത ക്ലാസ്സിൽ വിശദമാക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മറക്കരുത്, ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിയപ്പെടും എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് അർത്ഥമാക്കുന്നത് എന്നിട്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. എനിക്ക് ഇടയ്ക്കൊക്കെ നെറ്റ് ഇങ്ങനെ അല്പം ഇത് കാണിക്കുന്നു, ഇതുവരെ സ്റ്റക്കൊന്നും ആയിട്ടില്ലെങ്കിലും നെറ്റ് അല്പം പ്രശ്നം കാണിക്കുന്നുള്ളത് കൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ അവസാനിപ്പിക്കുന്നു. നിശ്ചയമായും ഫിലിപ്പിന്റെ കൈസരി വെച്ച് ഈ ചോദ്യം ചോദിക്കാൻ കാര്യം എന്താണെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ വിശദമായി പറഞ്ഞു തരികയും നിങ്ങളത് പഠിക്കുകയും ചെയ്യേണ്ടതാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, ഞാൻ ഇപ്പൊ പറഞ്ഞ വാക്ക് ഒന്നുകൂടെ പറയാം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്ന എല്ലാ സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്ന എല്ലാ സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഇതാണ് അതിന്റെ അർത്ഥം. ദൈവമക്കളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കുന്ന ഐക്യത കളർ യാതൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വന്നാൽ ദൈവം ഭാഗ്യം അതൊരു കെട്ടായിട്ട് നിൽക്കും. ഇവിടെ നിങ്ങൾ രമ്യതപ്പെട്ടാൽ ദൈവം ഭാഗ്യം അത് രമ്യതയായി പരിഹരിക്കപ്പെടും എന്നുള്ള ആത്മീക സന്ദേശമാണ് അതിനകത്തുള്ളത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ രാത്രി താല്പര്യത്തോടെ ദൈവജന പഠിത്തത്തിൽ കൂടി വന്ന എല്ലാ ദൈവമക്കൾക്കും നന്ദി പറയുന്നു. കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.